സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിടത്ത് ഖുർആനുണ്ടോ? ഖുർആനുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റൂല. ഖുർആനുള്ള സ്ഥലത്ത് ഇരിക്കുന്നത് അദബിൽപ്പെട്ടതല്ല. ഖുർആനിലേക്ക് നോക്കുന്നതേ ബഹുമാനിക്കുന്നതിൽ പെട്ടതല്ല. അതുകൊണ്ടല്ലേ പണ്ഡിതന്മാര് പറഞ്ഞത് ആലിമീങ്ങളെ കാണുമ്പോ എണീറ്റ് നിൽക്കണോ, ആലിമീങ്ങളെ വരുമ്പോ എണീറ്റ് നിൽക്കണോ, അതൊരു പുണ്യകർമ്മമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാര് പറഞ്ഞു. ആലിമീങ്ങളെ കാണുമ്പോ എണീറ്റ് നിൽക്കുന്നത് പുണ്യകർമ്മമാണെങ്കിൽ മുസഹഫിനെ കാണുമ്പോ ഏതായാലും എണീറ്റ് നിൽക്കണം കേട്ടോ. എന്തേ കാരണോ? ഈ ആലിമിനെ കാണുമ്പോ എണീറ്റ് നിൽക്കാനുള്ള കാരണം എന്താണ്? ആ ആലിമിൽ മുസ്ഹഫിനെ കുറിച്ചുള്ള ഇൽമുണ്ട്, അല്ലാഹുവിന്റെ കലാമായ ഖുർആനിനെ കുറിച്ചുള്ള ഇൽമുണ്ട്. ആ കലാമിനെ കുറിച്ചുള്ള ഇൽമുള്ള ആലിമിനെ കാണുമ്പോ എണീറ്റ് നിൽക്കണമെന്ന് പറയുമ്പോ ആ ആലിം ആലിമാകാൻ കാരണമായ അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ കാണുമ്പോ എണീറ്റ് നിൽക്കണമെന്ന് പറയേണ്ടതുണ്ടോ? ചില വീട്ടിൽ ചെന്ന് നോക്കിയാൽ ഖുർആനിനൊരു പറല്ലാത്ത പോലെയാണ്. എല്ലാം കൂടി പറയാൻ നേരല്ല. ചില പറല്ലാത്ത പോലെ ഞങ്ങളെ ഭാഷയിൽ പറയും ഒരു പറയില്ല. പറയില്ല എന്ന് പറഞ്ഞാൽ ഓരോ വസ്തുക്കൾ വെക്കേണ്ട ഓരോ സ്ഥലമുണ്ട്. പാത്രങ്ങളൊക്കെ അങ്ങനെയുണ്ട്. പാത്രങ്ങളൊക്കെ ബാക്കി റൂമിൽ ഉണ്ടാകേണ്ടതല്ല. പാത്രം ഉണ്ടാകേണ്ട എവിടെ? ഭക്ഷണത്തിന്റെ പാത്രമൊക്കെ ഉണ്ടാകേണ്ടത് എവിടെയാണ്? അത് അടുക്കളയിലാണ്. അതവിടെ തന്നെ വെക്കണം. തലയിണ എവിടെ വേണം? തലയിണ അടുക്കളയിലാ അല്ല. പിന്നെ ഒരു പക്ഷേ ഭർത്താവും ഭാര്യ ഗലാറ്റാക്കിയിട്ട് തലയിണ മീറ്റു ഭർത്താവ് ഭാര്യന്റെ മുഖത്ത് ബൽച്ചെറിഞ്ഞു സണ്ണി മീരിയാവൂലേ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ബൽച്ചെറിയൽ പോ. എങ്കിലും കുറച്ച കഴിഞ്ഞിട്ട് ഓള് കൊണ്ടു വന്നിട്ട് അത് ബെഡ്റൂമിൽ വെക്കണം. അങ്ങനെയാണത്. അതിന് ഓരോ വെക്കണ ഒരു സ്ഥലമുണ്ട്. അക്കൂട്ടത്തില് മുസഹഫ് നമ്മള് കാണാത്ത സ്ഥലത്ത് മുസഹഫിനെ വെക്കണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ കൊസ്സിയായല്ലേ, പിന്നെ എടുത്തിട്ട് ഖുർആൻ ഓതണ്ടല്ലേ, അതിന്റെ വേഗം ആമീൻ പറയുന്നത്. അങ്ങനല്ല, കാണാത്ത സ്ഥലത്ത് എടുത്തു വെച്ചാലും ഞങ്ങക്ക് കൈക്ക് കിട്ടുന്ന സ്ഥലം കൂടി ആയിരിക്കണം. ആ സ്ഥലം ഞങ്ങൾക്ക് അറിയണം. ഏടെ വെച്ചിന ഞമ്മോ എന്നറിയണം. എന്ന് പറഞ്ഞ പറല്ലാത്ത പോലെ എല്ലാരും മുന്നിൽ ഇങ്ങനെ മുസഹഫ് വെക്കുമ്പോ ഞാൻ മൈക്കൂടെ കുറെ ഇങ്ങനെ പോന്നോ വരുന്നോ, അല്ല ഞാൻ അവിടെ ഇങ്ങനെ ഞമ്മ ചിലപ്പോ ഇരിക്കും, ചിലപ്പോ നമ്മൾ അവിടെ ഇരുന്ന് കുറെ സംസാരിക്കും. മുസ്ഹഫിന്റെ മുന്നിലോ ഇരുന്ന് സംസാരിക്കണത് മുസ്ഹഫ് അള്ളാന്റെ കലാമല്ലേ, അല്ലേ? അതിനെ ബഹുമാനിക്കണ്ടേ? അപ്പോ ആ മുസ്ഹഫ് എടുത്തു വെക്കാൻ ഒരു പ്രത്യേക ഒരു സ്ഥലം വേണം. അങ്ങനെ എടുത്തു വെക്കണം. നമ്മ കാണാത്ത സ്ഥലം ചൊല്ലെങ്കിൽ നമ്മ എടുത്തിട്ട് കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റിയ സ്ഥലം കൂടി ആവണം. അങ്ങനെ വേണം. ഒരു മുസ്ഹഫ് ഉണ്ട്, അത് കുറെ മൂലയിൽ അങ്ങെടുത്ത് വെച്ച് മേല് റാക്കിന്റെ മീറ്റെ എന്റെ ഇപ്പൊ അവിടെ ഇരിക്കട്ടെ, അതിപ്പോ ആവശ്യമില്ല. ഏതാവശ്യമില്ല? മുസ്ഹഫ് ആവശ്യമില്ല. അങ്ങനെ ആയാ പറ്റൂല. അങ്ങനെ പറ്റും. അതിനൊക്കെ ഒരു സ്ഥലമുണ്ട്. സുഹൃത്തുക്കളെ, ഇദ്ദേഹത്തിന്റെ ബഹുമാനം കണ്ടില്ലേ? ഇരുന്ന സ്ഥലത്ത് ഒരൊറ്റ നൃത്തമാണ്. മുസ്ഹഫുള്ള സ്ഥലം ഇരിക്കാൻ പറ്റൂല. അതുകൊണ്ട് അവിടുന്ന് അങ്ങ് എണീറ്റ് പോയി. എന്നിട്ടതാ അവിടുന്ന് എണീറ്റുകൊണ്ട് രണ്ട് കൈയങ്ങ് കെട്ടി ഈ മുസ്ഹഫിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിട്ട് വിനയത്തോടെ നിന്നുപോയി. പാപ്പാന്റെ മുന്നിൽ വിനയം കാണിക്കണേ മക്കള്. പാപ്പ ഇരിക്കുമ്പോൾ അവാ മക്കളവിടെ നിൽക്കണോ? പാപ്പ നിൽക്കുമ്പോൾ മക്കളവിടെ നിൽക്കണോ? പാപ്പ നിൽക്കുമ്പോ മക്കളവിടെ ഇരിക്കാൻ പാടില്ല. എടോ, നീ എത്ര വലിയ MBBS കാരനായാലും, നീ എത്ര വലിയ MBA-കാരനായാലും, നീ എത്ര വലിയ BCom-കാരനായാലും, നീ എത്ര വലിയ MCom-കാരനായാലും, നീ എത്ര വലിയ BTech-കാരനായാലും, നീ എത്ര വലിയ MTech
കാരനായാലും, നീ എത്ര വലിയ BA-ക്കാരനും MA-ക്കാരനും MPhil-കാരനും ഡോക്ടറേറ്റനും എല്ലാം നേടിയവനായാലും പറയട്ടെ, പാപ്പാക്ക് നീ മോനാണ് കേട്ടോ, ഉമ്മാക്ക് നീ മോനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പാപ്പ സോഫയിലിരിക്കുമ്പോ, പാപ്പ അവിടെ നിന്ന് നിൽക്കുമ്പോ നീ അവിടെ കസേരയിൽ ഇരിക്കരുത്, പാപ്പ നിൽക്കുമ്പോ നീ ഇരിക്കരുത്. പാപ്പനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ്. ഒരു പക്ഷേ പാപ്പ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലോ, നീ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലോ, പാപ്പ വന്നാൽ പാപ്പനെ കാണുമ്പോ നീ അങ്ങ് എണീറ്റ് നിന്നോളണോ. അത് പാപ്പനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാ. ഔലിയാക്കളെ മാത്രം ബഹുമാനിച്ചാ പോരാ, പള്ളിയെ മാത്രം ബഹുമാനിച്ചാ പോരാ, പാപ്പയെയും ഉമ്മയെയും ബഹുമാനിക്കണം. അവര് സ്വർഗത്തേക്കുള്ള 2 വാതിലുകളോ. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇദ്ദേഹം അവിടെ നിന്നിങ്ങനെ ചിന്തിക്കുകയാണ്. എണീറ്റ് നിന്നുകൊണ്ട് മുസാഫിലേക്ക് മുന്നിട്ടിട്ട് വിനയാന്വിതനായി ഒരൊറ്റ നൃത്തമാ. ആ നൃത്തം ഏതുവരെ നിന്നു? ഫലം യസൽ ഇല സുബ്ഹി, സുബ്ഹി വരെ ഒരൊറ്റ നൃത്തമാ. ഇരുന്നിട്ടില്ല. ഓ ചെറുപ്പക്കാരാ, എന്തുകൊണ്ടാണ് ഇരിക്കാത്തത്? നിന്നെ പോലെ ടറഫിൽ പോയി കളിക്കുകയാണോ? ഇപ്പൊ അതിന്റെ ഒരു ഭ്രാന്താണ് ഇത്. ചിലപ്പോൾ ഞാനങ്ങ് അതിൽ പറഞ്ഞാൽ എന്നെ കളിയാക്കുന്ന ന്യൂ ജനറേഷൻ മക്കളുണ്ടാകും, എന്നെ ട്രോള് ചെയ്യുന്നവരുണ്ടാകും എന്ന് കരുതിയിട്ട് വാള് പറയാതിരിക്കാൻ പറ്റുമോ? ദീന് പറയാതിരിക്കാൻ പറ്റുമോ? രക്ഷിതാക്കളെ, വലിയ സങ്കടത്തോടെ പറയട്ടെ, ഈ അടുത്ത് ഞാൻ ഒരു സ്ഥലത്ത് വാദം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഏകദേശം അർദ്ധരാത്രി 2 മണിയോ. അതാ ഇടതുവശത്തേക്ക് നോക്കുമ്പോ ഒരു ഭാഗത്ത് നല്ല വെളിച്ചം കാണുന്നു. പാതിരാ സമയമാണ്, നല്ല വെളിച്ചം കാണുന്നു. ഞാൻ മെല്ലെ വെളിച്ചമുള്ള ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോ എത്ര മക്കളാ, കൗമാരപ്രായമുള്ള എത്ര മക്കളാണ്. അവരവിടെ നിന്ന് ചെണ്ട് കളിക്കുന്നു, ഫുട്ബോൾ കളിക്കുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു പോയി, പടച്ചറബ്, ഈ കുട്ടികളെ മാതാപിതാക്കളെ കാര്യം എന്താണ്? ആ ഉമ്മക്ക് എന്തേ മോനെ ഒന്ന് നിർത്താൻ പറ്റാത്തത്? ആ ബാപ്പക്ക് എന്തേ മകനെ ഒന്ന് പുറത്തു വിടാതിരിക്കാൻ തോന്നാത്തത്? കാരണം ഈ പാതിരാ സമയം ഇത്രയെല്ലാം പുള്ളോ, ഇത്രയെല്ലാം മക്കള് ടറഫിൽ വന്ന് ഫുട്ബോൾ കളിക്കുന്നു. പകല് 2 മണിക്കല്ല ഞാനിത് പറയുന്നത്, രാത്രി നട്ടപ്പാതിരക്ക് 2 മണിക്കോ. ഈ കാഴ്ചയങ്ങ് കണ്ടപ്പോ എന്റെ മനസ്സങ്ങ് പൊട്ടിപ്പോയി, വല്ലാതെ വേദനിച്ചു പോയി. പറ്റൂല യുവാക്കള്, ഓ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാര്, ഉസ്മാനുൽ ഖാസി എന്നവര് അവിടുന്ന് സുബ്ഹി വരെ ഇരിക്കാതെ ഒരൊറ്റ നൃത്തമാണ്. എന്നേ ഇരിക്കാത്തത്? ഈ തൂക്കി വെച്ചിട്ടുള്ളത് എന്താണ്? ഒരു സന്ധ്യയുടെ ഉള്ളിലുള്ളത് അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനാ. ഖുർആന് മുന്നിലുണ്ടാകുമ്പോ ഖുർആനിന്റെ മുന്നിലിരിക്കുന്നത് ലൈസ മിനൽ അദബി, അദബിൽ പെട്ടതല്ല. ഖുർആനിനെ അങ്ങ് ബഹുമാനിച്ചു പോയി. ആ ഒരൊറ്റ നൃത്തം അങ്ങ് നിന്നപ്പോൾ, അതാ പ്രഭാതമായപ്പോ മാനവരുകൾ വന്ന റൂട്ടിലങ്ങ് പോയപ്പോ വേറൊരാള് ഉസ്മാനുൽ ഖാസി എന്നയാളെ തേടി വരികയാണ്. എന്നിട്ട് പറയാണ്, അനമതുലബുക, നിങ്ങൾ എന്നെയല്ലേ തേടി വന്നത്? ഇന്നലെ എന്റെ പുരക്ക് വന്നത് നിങ്ങൾ എന്നെ തേടി വന്നതാണല്ലോ, ഞാൻ എന്റെ വീട്ടിലില്ലാതെയായി പോയതാണല്ലോ. എന്നാലും ഉസ്മാനുൽ ഖാസി, ഇന്നല്ലാഹ തആല അല്ലമക വഅഅതാക വദുരിയതക സൽതനാ. ഓ ഉസ്മാനുൽ ഖാസി എന്നവരെ, അല്ലാഹ് നിങ്ങളെ ബഹുമാനിച്ചു പോയി. നിങ്ങൾക്ക് അല്ലാഹു തആല രാജകീയ അധികാരം തന്നു. നിങ്ങൾക്ക് മാത്രമല്ല,
നിങ്ങളുടെ മുഴുവൻ സന്താനങ്ങൾക്കും രാജകീയ അധികാരം തന്നു. അവരെ അല്ലാഹു രാജാക്കന്മാരാക്കി. എന്തുകൊണ്ടാണെന്നറിയുമോ? ഉപ്പാപ്പ ചെയ്ത ഒരു നന്മ പേരമക്കൾക്കും അല്ലാഹു അതിന്റെ നേട്ടം കൊടുത്തു. എന്താണ് ഉപ്പാപ്പ ചെയ്ത നന്മ? ബിസബബി തഅദീമിക ലികലാമിഹി. ഓ ഉസ്മാനുൽ ഗാസി എന്നവരെ, നിങ്ങൾ അല്ലാഹുവിന്റെ കലാമിനെ ബഹുമാനിച്ചില്ലേ? അതിങ്ങനെ തൂക്കി വെച്ചത് കണ്ടപ്പോൾ, അത് ഖുർആനാണെന്നറിഞ്ഞപ്പോ പ്രഭാതം വരെ മുസാഫിന്റെ മുന്നിലിരിക്കാന് എണീറ്റ് നിന്നൊരൊറ്റ നൃത്തം നിന്നിട്ട് പ്രഭാതം വരെ ബഹുമാനിച്ചില്ലേ? ആ ബഹുമാനിച്ചതിന്റെ നേട്ടോ, ആ ബഹുമാനിച്ചതിന്റെ ഗുണോ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ പേരമക്കൾക്കും പുള്ളിമാർക്കും സന്താനങ്ങൾക്കും അല്ലാഹു തന്നു. ഉപ്പാപ്പ ഒരു നല്ലത് ചെയ്താൽ അതിന്റെ നേട്ടവും അതിന്റെ ഗുണവും പേരമക്കൾക്കും കൂടി ലഭ്യമാണെന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് പറയേണ്ടതുണ്ടോ?